നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ചു കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഒന്നാം പ്രതി വിനയ് കുമാർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ രണ്ടാം പ്രതി മോഹനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വലിയ ദുഃഖത്തോടെ ഇന്ന് ഐവിനെ യാത്രയാക്കുകയാണ് കുടുംബം. യാതൊരു തെറ്റും ചെയ്യാതെ ഒരു വാക്ക് തർക്കത്തിന്റെ പുറത്ത് നിമിഷ നേരം കൊണ്ട് കൊന്നുകളയുകയായിരുന്നു ഐവിനെ. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇന്നലെ ഐവിൻ്റെ അമ്മയും ചോദിച്ച അതായിരുന്നു, അതായത് എൻ്റെ മകൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ കൊന്നു തള്ളിയത് എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ആർക്കും ഉത്തരം പറയാൻ കഴിയുന്നില്ല. കാരണം ജോലിക്ക് വേണ്ടിയിട്ട് ബുധനാഴ്ച രാത്രിയിൽ വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു ഐവിൻ ജിജോ. വഴിക്ക് വെച്ചുണ്ടായൊരു തർക്കമാണ്, വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു തർക്കമാണ് ഐവിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തുറവൂരുള്ള വീട്ടിലെത്തിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്നുള്ളതാണ്. പക്ഷേ മറ്റ് ആന്തരിക അവയവങ്ങൾക്കും ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് 2 ആഴ്ചക്കകം മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ പ്രധാനമായ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് മൃതദേഹം ഐവിൻ്റെ വീട്ടിലെത്തിച്ചത്. ഇപ്പോൾ വീട്ടിലാണ് മൃതദേഹം വെച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2:30 സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. തുറവൂർ സെൻറ് അഗസ്റ്റിൻ ചർച്ചിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഐവിന് അച്ഛനും അമ്മയും കൂടാതെ ഒരു സഹോദരിയുമുണ്ട്. സഹോദരി ബാംഗ്ലൂരിലായിരുന്നു പഠിക്കുന്നത്. പക്ഷേ ഈ സംഭവം നടക്കുന്ന ദിവസം വീട്ടിലുണ്ടായിരുന്നു. മറ്റു ബന്ധുക്കളും നാട്ടുകാരുമൊക്കെയായി ആളുകൾ ഇപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒന്നാം പ്രതി വിനയ് കുമാർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണല്ലോ ഉള്ളത്. രണ്ടാം പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഈ ഒന്നാം പ്രതിക്ക് എന്ത് ആരോഗ്യ പ്രശ്നങ്ങളാണ് നിലവിലുള്ളത്? ഈ ഐവിനെ ഇടിച്ചിട്ടതിന് ശേഷം ഈ ഒന്നാം പ്രതി വിനയ് കുമാർ വണ്ടി കൊണ്ടുവന്ന് വണ്ടിയിൽ മുന്നോട്ട് പോയിരുന്നു. ഐവിൻ ഈ ബോണറ്റിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അതിനുശേഷം 1 കിലോമീറ്ററോളം അകലെ വെച്ചിട്ട് ഐവിൻ റോഡിൽ വീഴുകയും ഐവിനെ പിന്നെയും വാഹനത്തിൻ്റെ മുന്നിലിട്ട് നീക്കിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു. ഇത് നായത്തോട്ടിലെ നാട്ടുകാർ കണ്ടാണ് തടഞ്ഞ് നിർത്തിയത്. നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇയാൾക്ക് മർദ്ദനമേറ്റിരുന്നു വിനയ് കുമാർ ആദ്യം ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും മാറി. ഗുരുതരമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൂക്കിന് ചെറിയ ക്ഷതം സംഭവിച്ചിട്ടുള്ള, അതിനപ്പുറത്തേക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇയാളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കൂട്ടുപ്രതിയായ മോഹന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കും. വിനയകുമാറിന്റെ കാര്യത്തിൽ പോലീസ് ഇന്ന് തീരുമാനമെടുക്കും.